കുട്ടികളെ, നിങ്ങൾക്കേവർക്കും ഇന്നത്തെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഫൈനൈറ്റ് സെറ്റ് എന്താണ്, ഇൻഫിനിറ്റ് സെറ്റ് എന്താണ്, എംപ്റ്റി സെറ്റ് എന്താണ്, അതുപോലെ സബ്സെറ്റ് എന്താണ് എന്നിവയൊക്കെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ വെൻ ഡയഗ്രാം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായി ഒരു പ്രത്യേകതരം സെറ്റിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. For that, let us consider the sets A is equal to set 2, 3, 4, B is equal to set 5, 6, C equal to set 7, 8, 9. Now we are going to find a superset which contain all these sets. അതായത് ഈ മൂന്ന് സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റിനെ നമുക്ക് കണ്ടെത്തണം. കണ്ടെത്താൻ പറ്റുമോ? കണ്ടെത്താൻ പറ്റും. ഏത് സെറ്റായിരിക്കാം? ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിൽ ഇത്രയും എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്ന സെറ്റ് ഈ മൂന്ന് സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സെറ്റല്ലേ? അല്ലെങ്കിൽ എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻസും ഇപ്പോൾ പരിഗണിച്ച സെറ്റിലില്ലേ? ഇങ്ങനെ വരുന്ന സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ സെറ്റ്, മലയാളത്തിൽ അതിനെ സമസ്ത ഗണം എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്കിതിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് ചിന്തിക്കാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എ സൂപ്പർ സെറ്റ് കണ്ടെയ്നിങ് ഓൾ ദ അതർ സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ പരിഗണിക്കുന്ന സെറ്റുകളെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ സാധാരണയായി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ യു ഉപയോഗിച്ചാണ്. ക്യാപിറ്റൽ യു ഉപയോഗിച്ചിട്ടാണ് യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ലെറ്റ് us consider another example. A is equal to set 2, 3, 4, B equal to set 5, C equal to set 7, 9. We have to find the universal set. ഈ മൂന്ന് സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു സൂപ്പർ സെറ്റ് എഴുതണം. നമുക്ക് ഏത് സൂപ്പർ സെറ്റ് വേണമെങ്കിലും കണ്ടെത്താം ഈ മൂന്ന് സെറ്റുകളെയും ഉൾക്കൊള്ളുന്നത്. ഇവിടെ തന്നിരിക്കുന്ന യു എന്ന് പറയുന്ന സെറ്റ് ഒരു യൂണിവേഴ്സൽ സെറ്റ് അല്ലേ? എയിലെ എല്ലാ എലമെൻസും ഉണ്ട്, ബിയിലെ എല്ലാ എലമെൻസും ഉണ്ട്, സിയിലെയും എല്ലാ എലമെൻസും ഉണ്ട്. അപ്പോഴതൊരു സൂപ്പർ സെറ്റാണ്. ദാറ്റ് ഈസ് അതൊരു യൂണിവേഴ്സൽ സെറ്റാണ്. ഈ ചാപ്റ്ററിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 2 മെത്തേഡ് ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് റോസ്റ്റർ ഫോം, രണ്ടാമത്തേത് സെറ്റ് ബിൽഡർ ഫോം. എന്നാൽ സെറ്റിനെ നമുക്ക് വേറൊരു രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാം. അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സെറ്റുകൾ തമ്മിലുള്ള റിലേഷൻസ് ഒന്നുകൂടി ക്ലിയറായി അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത് ഏത് മെത്തേഡാണെന്ന് നോക്കാം. ലെറ്റ് us consider the sets A equal to set 2, 3, 4, B equal to set 5, 6, U equal to set 1, 2, 3, 4, 5, 6, 7, 8, 9. Here U is the universal set and A and B are subset. ഇവിടെ നമ്മൾ സബ്സെറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ക്ലോസ്ഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സർക്കിൾസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഇനി എയിലെ ഓരോ എലമെൻസിനെയും അതിൽ നമ്മൾ മാർക്ക് ചെയ്യും. എയിലെ എലമെൻറ്റ്സ് 2, 3, 4 ഈ 3 എലമെൻറ്റ്സും നമ്മൾ എ എന്ന് പറയുന്ന സർക്കിളിൽ മാർക്ക് ചെയ്യും.
രണ്ടാമത്തെ സബ്സെറ്റായ ബി എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. സബ്സെറ്റ് ആയതുകൊണ്ട് അതിനെ സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചതിന് ശേഷം ആ സെറ്റിന് ബി എന്ന് പേര് കൊടുക്കുക. അതിലെ എലമെൻസിനെ എല്ലാം അതിൽ മാർക്ക് ചെയ്യുക. ബിയിലെ എലമെൻറ്റ്സ് 5, 6 ആണ്. ഈ രണ്ട് എലമെൻസിനെയും നമ്മൾ ആ സർക്കിളിനകത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് സബ്സെറ്റുകളെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു കഴിഞ്ഞു. സർക്കിൾസ് വരച്ച് അതിലുള്ള എലമെൻറ്റ്സ് സർക്കിൾസിൽ മാർക്ക് ചെയ്തു. ഇനി യൂണിവേഴ്സൽ സെറ്റിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണയായി റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സൂപ്പർ സെറ്റാണ്. ഈ രണ്ട് സെറ്റുകളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റ്. അതുകൊണ്ട് ഈ രണ്ട് സെറ്റുകളെയും ഉൾക്കൊള്ളത്തക്ക വിധത്തിൽ വേണം നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ. ഈ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിളാണ് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ലെറ്റർ യു ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 9 വരെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉണ്ട്. ഇവിടെ യൂണിവേഴ്സൽ സെറ്റിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ബാക്കിയുള്ള എലമെൻസിനെ കൂടി ഈ റെക്റ്റാങ്കിളിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ യുയിലെ എല്ലാ എലമെൻസും വന്നു കഴിഞ്ഞു. സബ്സെറ്റിൽ ഇല്ലാത്ത എലമെൻസ് ആണ് 1, 7, 8, 9. അതുകൊണ്ട് ഈ 4 എലമെൻസിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ സർക്കിളിന് പുറത്തായിട്ട് വേണം അത് മാർക്ക് ചെയ്യാൻ. ഈ എലമെൻറ്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതുകൊണ്ട് അത് നമ്മൾ റെക്റ്റാങ്കിളിനകത്ത് മാർക്ക് ചെയ്യും. ഈ പ്രത്യേകത ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ഓർത്തിരിക്കുമല്ലോ. ഇപ്രകാരം സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ജോൺ വെൻ എന്ന മാത്തമാറ്റീഷ്യനാണ് ഈ രീതി ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് വെൻ ഡയഗ്രം എന്ന് വന്നത്. നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. It is a diagrammatic representation of sets, and the universal set is represented by a rectangle, and the subset of universal set is represented by closed curve, usually circles. അതായത് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് ആണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിൽ യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് റെക്റ്റാങ്കിൾസും സബ്സെറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സർക്കിൾസുമാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് us consider a question. A is equal to set 8, 9, 10. B equal to set 8, 9, 10, 11, 12. U is equal to set 8, 9, 10, 11, 12 and 13. Question is, represent the sets in a Venn diagram. തന്നിരിക്കുന്ന സെറ്റിനെ ഒരു വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വെൻ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകതയെന്ന് നോക്കുക. എയും ബിയും സബ്സെറ്റാണ്. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. അത് ക്ലിയർ ആണല്ലോ. ഇവിടെ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കുക. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എ എന്ന് പറയുന്ന സെറ്റിൽ 8, 9, 10 എന്ന എലമെൻറ്റ്സ് ബി എന്ന് പറയുന്ന സെറ്റിലും ഉണ്ട്. ശരിയല്ലേ? അതായത് എയിലെ എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ട്. എയിലെ എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് എ ബിയുടെ സബ്സെറ്റാണ് എന്നാണ്. വെൻ ഡയഗ്രാം വരയ്ക്കുന്നതിന് സബ്സെറ്റുകളെ നമ്മൾ സർക്കിൾ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. യൂണിവേഴ്സൽ സെറ്റിനെ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചും. അപ്പോൾ നമ്മൾ സബ്സെറ്റുകളെ സർക്കിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എ എന്ന് പറയുന്ന സെറ്റാണ് ചെറിയ സെറ്റ്. അതുകൊണ്ട് ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് സർക്കിൾ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യും. എയിലെ 8, 9, 10 എന്ന 3 എലമെൻസിനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻസിനെ മാർക്ക് ചെയ്യാം. എ സബ്സെറ്റ് ഓഫ് ബി ആയതുകൊണ്ട് എയിലെ എല്ലാ എലമെൻസിനെയും ബി എന്ന് പറയുന്ന സർക്കിളിനകത്തായിട്ടാണ് വരച്ചിരിക്കുന്നത്. ആ
ഡയഗ്രാം നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. എ എന്ന് പറയുന്ന ചെറിയ സെറ്റാണ്, അതുകൊണ്ട് അത് ഏറ്റവും അകത്തായിട്ട് വരച്ചു. ബി അതിനേക്കാൾ വലിയ സെറ്റ് ആയതുകൊണ്ടും അത് സബ്സെറ്റ് ആയതുകൊണ്ട് എയുടെ പുറത്തായിട്ട് ബി വരച്ചു. അപ്പോൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ എയിലെ എലമെൻറ്റ്സ് 8, 9, 10 ആണ്. ബിയിലെ എലമെൻറ്റ്സ് 8, 9, 10, 11, 12 ആണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമല്ലോ. ഇനി നമുക്ക് യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണം. യൂണിവേഴ്സൽ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റെക്റ്റാങ്കിൾ ഉപയോഗിച്ചാണ്. റെക്റ്റാങ്കിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും വന്നു കഴിഞ്ഞു എന്ന് നോക്കുക. 8, 9, 10, 11, 12, 13 വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സർക്കിളിന് പുറത്തായിട്ടും എന്നാൽ റെക്റ്റാങ്കിളിനകത്തായിട്ടും 13 എന്ന നമ്പർ കൂടി മാർക്ക് ചെയ്യണം. അപ്പോൾ സബ്സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ദ സെറ്റ് എ ആൻഡ് ബി ഇൻ എ വെൻ ഡയഗ്രാം ഗിവൺ ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. സബ്സെറ്റായി വരുന്ന സെറ്റുകളുടെ വെൻ ഡയഗ്രാം വരയ്ക്കുന്ന പ്രോബ്ലമാണ് കഴിഞ്ഞത് നമ്മൾ പഠിച്ചത്. ഇവിടെ ക്വസ്റ്റ്യൻ എ ബി എന്ന് പറഞ്ഞ ജനറൽ ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. തന്നിട്ടുള്ള കണ്ടീഷൻ എ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കാമെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് തനിയെ ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഹിയർ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, therefore every element of A is in B. അത് ക്ലിയർ ആണല്ലോ. നിങ്ങൾ വരച്ച വെൻ ഡയഗ്രാം ഇതുപോലെയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.